ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫാമിലി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതേ ഒരു കപ്പിൽ നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു പാത്രം എടുത്ത് വെക്കാം. അപ്പോൾ ഇന്ന് ചെയ്യുന്നത് ടോട്ടൽ 3 ടിപ്സുകളാണ് കേട്ടോ. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതായിരിക്കും. അപ്പോൾ ആദ്യം നമ്മൾ തിളച്ച വെള്ളം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട അടുത്ത ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ പല്ലിയെ നിശേഷം വീട്ടിൽ നിന്ന് അകറ്റാനും ചത്തുപോകാനൊക്കെ വേണ്ടിയിട്ട് പാറ്റഗുളിയാണ് കേട്ടോ. അപ്പോൾ സ്മെല്ലാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ എടുത്ത് വെച്ചതായിരുന്നു. അപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ചൂടുവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ തിളച്ച വെള്ളം തന്നെ വേണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇത് മെൽറ്റായി വരുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ചൂടുവെള്ളത്തിൽ തന്നെ ചെയ്യാവുള്ളൂ, തിളച്ച വെള്ളത്തിൽ തന്നെ ചെയ്യാവുള്ളൂ. പിന്നെ നിങ്ങൾ ഇത് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒരു കവറിനകത്ത് ഇട്ടിട്ടോ എങ്ങനെയെങ്കിലും ഒന്ന് പൊടിച്ചെടുത്താൽ മതിയേ. അപ്പോൾ ഇത് ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് മെൽറ്റായി കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് പൊട്ടിച്ചിടയ്ക്ക് ഒന്ന് ഇങ്ങനെ സ്പൂണോട് തന്നെ കുത്തി കൊടുത്താൽ നന്നായിട്ട് മെൽറ്റായി പൊടിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് മെൽറ്റ് ആവണം വരെ വെയിറ്റ് ചെയ്യാം. മെൽറ്റ് ആയതിനു ശേഷമാണ് നമുക്ക് ബാക്കി ചെയ്യേണ്ടത്. ഇത് നമ്മുടെ വീട്ടിലുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള പല്ലുകളെ കൊല്ലാൻ വേണ്ടി ടിപ്പാണ് കേട്ടോ. 100% ഇത് റിസൾട്ട് കിട്ടുന്നൊരു ടിപ്പും കൂടിയാണ്. പിന്നെ നമ്മൾ ഈ ടിപ്സുകളൊക്കെ ചെയ്യുമ്പോൾ ഒരു കാരണവശാലും കുട്ടികളൊന്നും ഇത് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. പാറ്റഗുളി ആയതുകൊണ്ടാണ്. അപ്പോൾ ഇതേ നന്നായിട്ടിത് മിക്സ് ആയിട്ടുണ്ട്. ഈ ഒരു മിക്സ് ഇപ്പോൾ ചെറിയ തരികൗല കിടക്കും. കാരണം നമ്മളിപ്പോൾ തിളപ്പിച്ചിറക്കുന്ന അതേപടി ചൂടിൽ തന്നെ ഒഴിക്കണം കേട്ടോ. അങ്ങനെ ഒഴിക്കുമ്പോൾ കുഴപ്പമില്ല. ഞാനിപ്പോൾ എടുത്ത് വെച്ചിട്ട് നമ്മളിപ്പോൾ ഓരോ സാധനങ്ങൾ ഇടുന്ന ആ ഒരു സമയം വരുമല്ലോ. അപ്പോൾ എല്ലാം കൂടി സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ടാണ് ചെറിയതായിട്ട് ചൂട് കുറഞ്ഞു. അതാണ് ആ തരി കാണുന്നത്. അടുത്തായിട്ട് ചേർക്കാൻ പോകുന്ന വിനെഗറാണ് കേട്ടോ. വിനെഗർ ഒരു അല്പം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. വിനെഗറും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സാക്കി എടുത്താൽ മതി. ആ ഒരൊറ്റൊരു മിക്സ് മാത്രം മതി കേട്ടോ. കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള പല്ലുകളൊക്കെ 100% നമ്മുടെ വീട്ടിൽ നിന്നും പോവും. ഒരു കാരണവശാലും നമുക്ക് പല്ലിയെ കൊണ്ടൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. എല്ലാം ചത്ത് പോവും കേട്ടോ. അങ്ങനെയാണ്. പിന്നെ ഈ പാറ്റാഗുളിയുടെ ഒരു സ്മെല്ല് എപ്പോഴും കുറേ നാൾ നിൽക്കുന്നത് കൊണ്ട് ഒരു കാരണവശാലും നമ്മുടെ പരിസരത്ത് പോലും പല്ലികൾ വന്ന് ചേരത്തില്ല കേട്ടോ. അങ്ങനെ കൂടെ ഒരു ഗുണമുണ്ട്. അപ്പോൾ പാറ്റയുണ്ടെങ്കിലും ഈ കൂട്ടത്തിൽ പാറ്റയും ചത്തു പൊക്കോളും കേട്ടോ. അപ്പോൾ അടുത്ത ടിപ്പിലേക്ക് പോകാം. രണ്ടാമത്തെ ടിപ്പാണ്. അപ്പോൾ രണ്ടാമത്തെ ടിപ്പിനായിട്ട് ഞാനിതേ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ പാത്രത്തിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട സാധനം എന്ന് പറയുന്നത് നമ്മുടെ വിക്സാണ് കേട്ടോ. വിക്സ് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വിക്സിൽ ഒരല്പം ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ വിക്സ് നമുക്ക് ഒരു തുള്ളി മതി കേട്ടോ. ഒത്തിരി ഒന്നും വേണ്ട, കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ മാത്രം മതി. അപ്പോൾ ഒരല്പം എടുത്തിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ വിക്സ് ഒരു ചന്ദനത്തിലോട്ടൊരു എന്തുകൊണ്ട് ചന്ദനത്തിരി നമുക്ക് വേണ്ടതാണ് കേട്ടോ. അതുകൊണ്ടാണ് അത് വെച്ച് തന്നെ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പാത്രത്തിലേക്ക് ജസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മാത്രമേ അത് കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റായി കിട്ടുള്ളൂ. കാരണം നല്ല വെള്ളത്തിലോട്ട് ഫുള്ളായിട്ട് നമ്മുടെ വിക്സിൻ്റെ ആ സ്മെല്ല് കംപ്ലീറ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഒരു അല്പം കൂടി എടുത്തിട്ടുണ്ട്. ഒരു അല്പം ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് കുറച്ചുകൂടെ കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതിനെ ഒന്ന് മെൽറ്റാക്കി എടുക്കുവാണ്. ഈ മെൽറ്റാകുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് ഈ ചന്ദനത്തിരിയുടെ സംഭവം കൂടി ഒന്ന് കുതിർന്ന് വരുമ്പോൾ ഒന്ന് അടർത്തിയെടുക്കാം. അപ്പോൾ പെട്ടെന്ന് അടർത്തി ഇതിനകത്ത് ഇട്ട് കൊടുക്കണം. അങ്ങനെ കൊടുക്കുമ്പോൾ ഇത് രണ്ടും കൂടി നല്ല രീതിയിൽ മിക്സായി വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള കംപ്ലീറ്റ് പല്ലുകൾ ഇല്ലാണ്ടാവും കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ടിപ്സുകളൊക്കെ ചെയ്ത് നോക്കി നിങ്ങൾക്ക് നല്ല റിസൾട്ടാണ് കേട്ടോ. നമ്മളൊരു കെമിക്കലും മേടിച്ച് വീട്ടിലടിക്കേണ്ട യാതൊരുവിധ ആവശ്യങ്ങളും ഇല്ല. നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഭാഗം ഞാനൊന്ന് അടർത്തി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകണം കേട്ടോ. ഈ ചന്ദനത്തിൻ്റെ സംഭവമൊക്കെ അടിപൊളി. ഇപ്പോൾ ചന്ദനത്തിന് നിങ്ങളുടെ കയ്യിലെ കൊതുതിരിയുടെ ആയാലും മതി കേട്ടോ. ഏതായാലും നല്ലതാണ്. അപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി കുറച്ച് ഇതിനകത്തൊരു പിച്ചിക്കറി ഇടുവാണേ. അപ്പോൾ ഇത് ഇനി നന്നായിട്ട് നമുക്കൊരു സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഒരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾ ഇങ്ങനെയുള്ള ടിപ്സുകളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എവിടെയാണോ കൂടുതലായിട്ട് പല്ലുകൾ വന്നിരിക്കുന്നത്, ചിലപ്പോൾ കർട്ടൻ്റെ സൈഡിലായിരിക്കാം, ഡോറിൻ്റെ സൈഡിലായിരിക്കാം. അപ്പോൾ ആ ഭാഗത്ത് എവിടെയാണെന്ന് നിങ്ങൾക്ക് കറക്റ്റ് അറിയാൻ പറ്റുമല്ലോ. ആ ഭാഗങ്ങളായിട്ട് കൂടുതലായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ പിന്നീട് വരത്തില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ കൂടുതലുള്ള സ്ഥലങ്ങളിൽ മാത്രം നമ്മൾ കൂടുതലായിട്ട് അടിച്ചു കൊടുക്കണം. അപ്പോൾ പിന്നെ എന്ന് വെച്ചാൽ ഈ സജീവികളൊക്കെ എന്ന് വെച്ചാൽ എപ്പോഴും സ്ഥിരമായിരിക്കുന്ന സ്ഥലത്തായിരിക്കും കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. പിന്നെ നമ്മൾ ഈ വേസ്റ്റൊക്കെ നമ്മുടെ കിച്ചണിലായാലും ചിലപ്പോൾ നമ്മൾ ഫുഡിൻ്റെ വേസ്റ്റൊക്കെ ചെറുതായിട്ട് കിടന്നാൽ ഈ പല്ലുകൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് വരും കേട്ടോ. അപ്പോൾ ആ ഭാഗങ്ങളിലൊക്കെ ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ മൂന്നാമത്തെ ടിപ്പിലേക്ക് നമുക്ക് പോവാം. മൂന്നാമത്തെ ടിപ്പിനായിട്ട് ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി പാത്രത്തിലേക്ക് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ഉപ്പാണ് കേട്ടോ. ഒരല്പം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട അടുത്ത സാധനം എന്ന് പറയുന്നത് തിളച്ച വെള്ളം തന്നെയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഒരല്പം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ഈ ടിപ്സുകളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റിയിൽ മാത്രം ഉണ്ടാക്കിയാൽ മതി. കുറേ ഉണ്ടാക്കി വെച്ചിട്ട് പകുതി നമ്മൾ യൂസ് ചെയ്യും, പകുതി പിന്നീട് എടുക്കാമെന്നൊന്നും പറഞ്ഞ് ആരും വെക്കരുത്. അങ്ങനെ എടുക്കുന്ന സാധനങ്ങൾ കൊള്ളില്ല കേട്ടോ. അടുത്തായിട്ട് നമ്മൾ വിക്സ് ഒരല്പം കൂടി വിക്സും നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം. കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ മാത്രം മതി കേട്ടോ വിക്സൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ, നമ്മൾ അങ്ങനെ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമുക്കൊരല്പം കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അതുകൊണ്ടാണ് ഈ ചൂടുവെള്ളം തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് കേട്ടോ. പിന്നെ വിക്സ് എന്നൊക്കെ പറയുന്ന സാധനം വളരെ മൈന്യൂട്ടായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല അതിൻ്റെ ആ ഒരു സ്മെല്ലും അതിൻ്റെ ഗുണവും ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ആ വെള്ളത്തിലോട്ട് കിട്ടുന്നുണ്ടാവുമേ. അപ്പോൾ ദേ അതും കൂടി ചേർത്തിട്ടുണ്ട്. നല്ല രീതിയിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ ചേർത്ത് കൊടുക്കുന്നതിലല്ല, ഒരല്പം ചേർത്താൽ അത് നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നതിലാണ് കാര്യം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ മാത്രം മതി കേട്ടോ. വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന ടിപ്സുകളൊക്കെ നിങ്ങൾ വീട്ടിൽ നിങ്ങൾക്ക് സമയം കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഒരു സാധാ ബോട്ടിലോ സ്പ്രേ ബോട്ടിലോ ഒക്കെ ആക്കിയിട്ട് നിങ്ങൾ യൂസ് ചെയ്താൽ മതി കേട്ടോ. വളരെയധികം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ടിപ്സുകളൊക്കെയാണ്. പിന്നെ കുട്ടികളുള്ള വീട്ടിലായാലും നമുക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ വേറെ ഒന്നും നമുക്ക് അപകടം പറ്റുന്ന തരത്തിൽ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ആ ടിപ്സുകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. അതുപോലെ എല്ലാ കൂട്ടുകാരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കൂടുതൽ ടിപ്സുകളുമായി കാണാം. എല്ലാവർക്കും ബൈ ബൈ.